ഇന്നുണ്ടല്ലോ സമോസ ഷീറ്റ് വെച്ചിട്ടേ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാം. അപ്പോൾ നോക്കിയാലോ. ആദ്യം തന്നെ ഫില്ലിങ് ഉണ്ടാക്കാവേ. അപ്പോൾ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് പച്ചമുളകൊക്കെ മാറുമ്പോഴത്തേക്കും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. ബീഫോ അല്ലെങ്കിൽ മുട്ടയോ ഇഷ്ടമുള്ള ചേർക്കാം കേട്ടോ. എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഫില്ലിങ് റെഡി. ഇനി ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ച് വെക്കുക. നമ്മൾ ഉണ്ടാക്കാൻ വെക്കുന്ന പാൻ ഏതാണോ അതൊന്ന് ഗ്രീസ് ചെയ്തിട്ട് എടുക്കുക, കുറച്ച് നെയ്യ് വെച്ചിട്ട്. അപ്പോൾ കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് വേണം കേട്ടോ പാന്. എന്നിട്ട് അതിലേക്കുണ്ടല്ലോ ഈ മുട്ടയിൽ മുക്കിയ സമൂസ ഷീറ്റ് ആദ്യം 2 ലെയർ വെച്ച് കൊടുക്കണം കേട്ടോ, ഫസ്റ്റ് ലെയർ. എന്നിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാനായിട്ട്. ഫില്ലിങ് നല്ലപോലെ ഇട്ട് കൊടുത്തിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. ഞാൻ 2 ലെയറേ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ എത്ര ലെയർ വെക്കുന്നോ അതിനനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമും കൂടുവേ. ബാക്കി ഇതുപോലെ ഈ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തേച്ച് ബാക്കി ഇരിക്കുന്ന നമ്മുടെ കയ്യിലുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് ചെറുതീയിലിട്ട് വേവിക്കുക. ഒരു വശം വെന്ത് കഴിയുമ്പോൾ മറുവശം മറിച്ചിട്ടിട്ട് അതും കൂടെ വേവിച്ചും കൂടെ എടുത്താണ്ടല്ലോ കിട്ടില്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാൻ നല്ല എളുപ്പമല്ലേ, ട്രൈ ചെയ്ത് നോക്കണേ.